ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് ലേറ്റായി പോയി എണീക്കാൻ. അതുകൊണ്ട് വേഗം പോയി ഫ്രഷപ്പായി. ആൻഡ് എപ്പോഴും പോലെ തന്നെ ബാൽക്കണി വന്ന് നോക്കിയപ്പോൾ നല്ല ഹോട്ടാണ്. ബിക്കോസ് നല്ല വെയിലാണെന്ന്. ആൻഡ് നല്ല ക്ലിയർ സ്കൈയുമാണ്. സൂപ്പർ ക്ലൈമറ്റ്. ആൻഡ് രാവിലെ ഇത്തിരി നേരത്തെ എണീക്കാൻ പറ്റാത്തതുകൊണ്ട്, ലേറ്റ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. സോ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. സോ ഗ്രീൻ പീസ് കറിയാണ്. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ വെള്ളിയുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി മൺചട്ടി വെച്ചു. എൻ്റെ ഫേവറേറ്റ് ആണിത്. ഞാൻ എൻ്റെ വീഡിയോസിൽ മോസ്റ്റായിട്ട് നിങ്ങൾ നോക്കുന്ന സമയത്ത് മൺചട്ടിയിലാണ് ഞാൻ അധികം ഉണ്ടാക്കുക. എൻ്റെ വീട്ടിൽ എല്ലാ പാത്രങ്ങളും ഉണ്ട്, പക്ഷേ ഞാൻ മൺചട്ടിയാണ് യൂസ് ചെയ്യുക. എൻ്റെ അമ്മ അങ്ങനെ യൂസ് ചെയ്യുക. സോ അതങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്. അതിന് ആദ്യം എണ്ണ ഒഴിച്ചു, ചെറുജീരകം ഇട്ടു, അതിന് കടുകിട്ടു, കറിവേപ്പില ഇട്ടു. പിന്നെ ഞാൻ വെട്ടി വെച്ചിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇട്ടു. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പം തമിഴ് വരും. ആക്ച്വലി ഞങ്ങൾ തമിഴാണ്. അപ്പം തമിഴും മലയാളമൊക്കെ കലർന്ന് വരും വീഡിയോയിൽ. സോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വരുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം. ഇതൊന്ന് വഴണ്ടതിന് ശേഷം പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാനിതിൽ ചിക്കൻ കറി മസാല കുറച്ച് ചേർക്കും. ആവശ്യത്തിന് ചേർത്തിട്ട് നല്ലോണം ആ പച്ചമണം പോകുന്ന വരെ ഒന്ന് ഇളക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓൾറെഡി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങൊക്കെ അതും കൂടെ ഇതിലിട്ട് നല്ലോണം വേവിക്കാൻ ഞാൻ തനിച്ച് വെള്ളമൊന്നും ഒഴിക്കില്ല. ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമാണ് ഞാനിതിൽ യൂസ് ചെയ്യണത്. അതൊഴിച്ച് നല്ലോണം വേവിച്ച ശേഷം പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കും. തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യും. ഇതാണ് ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ. സിമ്പിളാണ്, വേഗമാകും. പിന്നെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലെ ഇങ്ങനത്തെയാണ് എപ്പോഴും ചെയ്യുക. ഗ്രീൻ പീസ് കറി, ഇല്ലെങ്കിൽ ചുരയ്ക്ക സാമ്പാർ, പീച്ചിങ്ങ സാമ്പാർ, അങ്ങനെ തേങ്ങ അരച്ചൊഴിക്കാത്ത കറികളാണ് അധികം ഉണ്ടാക്കുക. കാരണം പിസിയോടിയും തൈറോയിഡും ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 2 ദോശയും ചുട്ട് ഒരു കോണും ഞാൻ സൈഡിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, സ്വീറ്റ് കോണ്. അപ്പോൾ അതിൻ്റെ ഒരു പീസും കൂടെ ചേർത്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഫുള്ളാക്കുന്നത്. സോ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ മീൻസ് ഞാൻ പറയുന്നതോ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.